അങ്ങനെ നമ്മുടെ ഓക്സ്ഫോർഡ് ഐലൻഡിലെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിസ്കലിലേക്കാണ്. എനിസ്കലിൽ ചെന്നിട്ട് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെ ഒരു ഫോറസ്റ്റ് സഫാരി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്നത്. ഇപ്പം ഏകദേശം സമയം 3 മണിയായി. നമുക്കിനി ഒരു അരമുക്കാൽ മണിക്കൂർ ട്രാവൽ ഉണ്ട്. നമുക്ക് 3 മണിക്കാണ് ശരിക്കും നമ്മുടെ പോഡിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ആദ്യമായിട്ടാണ് അവിടെ ഞാൻ പോഡിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കാരിക്രേബയുടെ അടുത്തായിട്ടുള്ള അതിന്റെ തീരത്തായിട്ടുള്ള ഒരു പോഡിലാണ്. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടുന്നത്. ഇപ്പൊ നമ്മൾ ശരിക്കും പൊക്കോണ്ടിരിക്കുന്നത് കുറച്ച് ഫോറസ്റ്റും അതുപോലെ ഫാം ലാൻഡുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെയാണ്. നമുക്ക് നമ്മുടെ വൈഡ് ഇരുവശത്ത് നമുക്ക് കാണാം. നല്ല നമ്മുടെ ഓട്ടം സീസൺ ഒക്കെ തീരാറായി. അതുകൊണ്ട് തന്നെ കാണുന്ന കുറെ മരങ്ങളൊന്നും ഇലകളില്ല. അതുപോലെ തന്നെ ചില മരങ്ങളൊക്കെ നല്ല മനോഹരമായ മഞ്ഞയും അതുപോലെ ഓറഞ്ച് നിറത്തിലുള്ള ഇലകളൊക്കെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഏകദേശം ഇപ്പൊ നമ്മള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന പോഡിൽ ശരിക്കും ഒരു ഫാമിലിക്ക് സ്റ്റേ ചെയ്യാം. അത് 2 അഡൾട്ടിനും 2 ചിൽഡ്രനും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പോഡാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ എത്താറായി കേട്ടോ. നമ്മൾ ഇനി അല്പസമയത്തോടെ നമ്മൾ എത്തിച്ചേരും. നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് ആ ബേയുടെ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ പോഡിലേക്ക് കയറാൻ പോവുകയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ നമ്മുടെ പോഡ്. നമുക്ക് വണ്ടി വേണേൽ പാർക്ക് ചെയ്യണം. ഇതിന്റെ ബാക്കിലോട്ടാണ് കേട്ടോ പാർക്കിങ്. ഇതിനകത്ത് നമ്മൾ 4 പോഡാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് പോഡിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ഇനി ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ബാക്കി. അങ്ങനെ നമ്മൾ നമ്മുടെ പോഡിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ പോഡ് കേട്ടോ. നല്ല വളരെ മനോഹരമായൊരു സ്ട്രക്ചർ. ഫുള്ള് ഇത് തടിയാണ് കേട്ടോ. ഇതുണ്ട് ചുവരുകളൊക്കെ കണ്ടോ, ഫുള്ള് തടിയിലാണ്. അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബങ്ക് ബെഡാണ്. ഇതാണ് ചിൽഡ്രൻ്റെ ബെഡ്. 2 ബങ്ക് ബെഡുണ്ട്. അതുപോലെ ഇതിനിടയ്ക്ക് ഫാന്, ചെറിയ കബോർഡുണ്ട്. ഇത് ടോയ്ലറ്റാണ്. പിന്നെ ഇതുണ്ട് നമുക്ക് തീയുള്ള വിറകുണ്ട്, ഒരു സോഫയുണ്ട്. ഇതാണ് നമ്മുടെ കട്ടിൽ. നമ്മളിതിങ്ങനെ മറിച്ചിടുക. ഒരു ഡബിൾ ബെഡാണ് കേട്ടോ ഇത്. നല്ല തണുപ്പുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ ഇച്ചിരി തീ കത്തിച്ച് സെറ്റാകാം. ഈ കാണുന്ന കേട്ടോ കാരിക് ബേ. ഇതിൻ്റെ പല സ്ഥലത്തായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന പോലെ പല ടൈപ്പുള്ള പോഡുകളുണ്ട്. അതുപോലെ വാട്ടർ ബോട്ടുകളുണ്ട്, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലോഡ്ജുകളുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബേ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പോഡുകളൊക്കെ ശരിക്കും ഇതേപോലെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ നാളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സമയം പതുക്കെ ഇരുട്ടി തുടങ്ങി കേട്ടോ. ഇനിയിപ്പം നമുക്ക് പതുക്കെ ഫുഡ് കഴിക്കണം. ഇതുണ്ട് രാത്രി ആയപ്പോൾ കണ്ടോ നമ്മുടെ പോഡുകൾ വളരെ മനോഹരം കേട്ടോ. ഇതിൻ്റെ ലൈറ്റുകളൊക്കെ നല്ല രസമാണ്. ആ കറക്റ്റ് ആ പോഡിൻ്റെ ഷേപ്പിലാണ് കേട്ടോ അവർ ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ ഇവർ ഗ്രില്ലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. കുക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. ഇവരെന്ന ഗ്രില്ലാണ് കേട്ടോ. നമ്മൾ അതിനകത്ത് ചിക്കനൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ചെറിയൊരു എൻജോയ്നുള്ള സമയമാണ്. ഞാൻ അപ്പോൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിൻസ് ടെക്.